അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. സൺഡേ ഇത്ര നേരത്തെ ഒന്നും ഏൽക്കാറുള്ളതല്ല, പക്ഷേ ഇന്ന് ഇച്ചിരി നേരത്തെ എണീറ്റു. കാരണക്കാരൻ ദാ ഈ ഇരിക്കുന്ന ഒരേ ഒരാളാണ് കേട്ടോ. ഇന്നലത്തെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഏട്ടൻ്റെ മോൻ വന്നിട്ടുണ്ടെന്ന്. അപ്പം ഞങ്ങളെല്ലാവരും ഇതാ ഈ നിലത്താണ് കേട്ടോ പാവിരിച്ച് കിടന്നത്. എങ്ങനെ വന്ന ശീലമാണെന്നറിയില്ല, മോൾ കുറേ ലേറ്റായിട്ട് കിടന്നിട്ട് കുറേ ലേറ്റായിട്ട് ഏൽക്കുള്ളൂ. പക്ഷെ മോൻ മിടുക്കനാണ് കേട്ടോ. അവൻ നേരത്തെ ഉറങ്ങി രാവിലെ നേരത്തെ എണീറ്റു. അങ്ങനെ എണീറ്റോണ്ട് തന്നെ ഞാൻ ഓർത്തു പോയി പാല് വാങ്ങിയിട്ട് വരാം, ഇന്നിപ്പോൾ ചേട്ടായിനെ ബുദ്ധിമുട്ടാക്കണ്ടെന്ന് ഓർത്തിട്ട് പോയി അങ്ങ് പാല് വാങ്ങി വന്നു കേട്ടോ. വരുന്ന വഴിക്കൊരു കടയിലൂടെ കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തിരിച്ചു വന്ന് ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല അയലക്കറി, തേങ്ങ അരച്ച അയലക്കറി അമ്മയുടെ കടയിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് രാവിലത്തെ പരിപാടിയെല്ലാം ലാട്ടിലൂട്ട് പരിപാടിയാണ് കേട്ടോ. ഏതായാലും ദോശമാവിൽ ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ കലക്കി വെക്കുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ളപ്പോൾ മാത്രമേ ചുട്ടെടുക്കുന്നുള്ളൂ. എന്നാലും ഇങ്ങനെ കലക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആവശ്യം അങ്ങനെ ചുട്ടെടുക്കാമല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കലക്കി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീൻകറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനു മുമ്പ് ഒരു ഗ്ലാസ് ചായ കുടിക്കണമല്ലോ, അതിനു വേണ്ടി ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണെങ്കിലും രാവിലെ ഒരു ഗ്ലാസ് പാലൊഴിച്ച ചായ അത് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആണല്ലേ. എല്ലാവർക്കും അങ്ങനെയാണോ? കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ചോറ് കുറേ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം മീൻകറിയൊക്കെ ഒന്ന് നന്നായി തിളപ്പിച്ചെടുത്ത് വെക്കാം. അതാകുമ്പോൾ ദോശ ചുട്ട് മീൻകറി എടുത്ത് അങ്ങനെ വേണ്ടവർക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ എല്ലാം നന്നായി തിളപ്പിച്ച് വെക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ അരിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം കിട്ടിയ അരി എന്ന് പറഞ്ഞാൽ എന്തേരം വേവിച്ചാലും റബ്ബർ പോലെ ഇരിക്കേ. അതുകൊണ്ട് തന്നെ കുറേ മുമ്പേ ഞാൻ അങ്ങ് വേവിച്ച് വെക്കും കേട്ടോ. ഇല്ലേ ഒരു 10 മണി 11 മണി ആയിട്ടേ അങ്ങനെ ഇടാറുള്ളായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഞാൻ നേരത്തെ അങ്ങ് വേവിച്ച് വെക്കും. അതാകുമ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് എടുത്താൽ നല്ലപോലെ വെന്ത് കിട്ടും എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അതിനിടയ്ക്ക് മോനും ഏറ്റു വന്നിട്ടുണ്ട്. ഞാനൊരു ഗ്ലാസ് ചായയും കുടിക്കാനായിട്ട് ചായ എടുത്ത് തിണ്ണേ പോയിരുന്ന് ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം അരി ഞാൻ നല്ലപോലെ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നേ. ഭയങ്കര വേവ് കൂടുതലാണ്, അതേപോലെ തന്നെ കളറും കൂടുതലാണ് കേട്ടോ. ഒരുമാതിരി കളറടിച്ച് കോഴീനെ പോലെ ഇരിക്കുന്ന അരിയാണ്. അതങ്ങ് കുതിരാനിട്ട് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളറെല്ലാം ഇളകി വെള്ള കളറായി വരും കേട്ടോ അരി. അപ്പോൾ അങ്ങനെ കുതിരാനിട്ട അരിയെല്ലാം നല്ലപോലെ കഴുകി തിളച്ച് വെള്ളത്തിലോട്ടിട്ടിട്ടുണ്ട്. പിന്നെ ദോശയൊക്കെ ചുട്ടെടുക്കുകയാണ്. ഇതിപ്പം ചുട്ട് വെക്കാൻ വേണ്ടിയിട്ടല്ല, കഴിക്കാനുള്ള ആൾക്കാരുടെ എണ്ണം നോക്കി മാത്രം ചുട്ട് വെക്കുകയാണ് കേട്ടോ. ചുട്ടെടുക്കുന്നത് കാസറോളിലേക്ക് മാറ്റിയിട്ട് അതങ്ങനെ ടേബിളിൽ കൊണ്ടുപോയി വെക്കും. അതേപോലെ തന്നെ കറിയും ഞാനൊരു പാത്രത്തിൽ ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 പ്ലേറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ ഇരുന്ന് കഴിച്ച് അവിടെ നിന്ന് തന്നെ കയ്യും കഴുകി പൊക്കോളും. പിന്നെ കുട്ടികൾ എണീറ്റപ്പോൾ അവർക്കും തിന്നാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദോശയും മീൻകറിയൊക്കെ ആയതുകൊണ്ട് തന്നെ മോളും നല്ല ഫാസ്റ്റായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും തിണ്ണയിൽ വന്ന് ചമ്രം പടിഞ്ഞിരുന്ന് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടിയിലോട്ട് കടക്കണം. അപ്പോൾ ഫാസ്റ്റായിട്ട് ഫുഡ് കഴിക്കുകയാണേ. നിങ്ങൾക്ക് ഈ കോമ്പിനേഷനാണോ ഇഷ്ടം, ഉഴുന്ന് ദോശയും മീൻകറിയും? പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടം നീർദോശയില്ലേ, അതാണ് കേട്ടോ. നമ്മൾ ഈ രാവിലെ അരച്ചുണ്ടാക്കുന്ന ദോശ. പുള്ളിക്ക് ഈ ദോശ കാണുന്നതേ കലിയാണ് കേട്ടോ. എന്നാൽ എൻ്റെ മോനും മോക്കും ഇത് തന്നെയാണ് ഇഷ്ടം. ഇതുണ്ടെങ്കിൽ അവർ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം ഇറങ്ങിയും കയറിയും തിന്നും കേട്ടോ. അമ്മ രാവിലെ കുളിച്ച് ഏതായാലും അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനി എല്ലാ ഞായറാഴ്ചയും ലീവായതുകൊണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഈ അമ്പലത്തിൽ പോക്കും വരവൊക്കെ നടക്കുകയുള്ളേ. മോക്കിന്ന് കളിക്കാൻ കൂട്ടുള്ളതുകൊണ്ട് തന്നെ പോകാൻ വലിയ ശാഠ്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മ ഒന്ന് പൊടി തട്ടി ഇറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് അന്നേരം പോകണം. ചേട്ടായി ഞായറാഴ്ചകളിൽ നേരത്തെ വീട്ടിൽ വരാറുണ്ട്. പക്ഷേ വരുന്ന വഴിക്ക് അവരെല്ലാവരും കൂടെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടേ വരാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് ചോറിൻ്റെ പണി ഇച്ചിരി ലേറ്റ് ആയാലും വലിയ പ്രശ്നമുള്ള കാര്യമല്ലേ. അതുകൊണ്ട് ഞാൻ കുറച്ച് വൈകിട്ടാണ് ഈ കറികളൊക്കെ ഉണ്ടാക്കുന്നത്. പച്ചപ്പയർ നല്ല മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ ആക്കുന്നത്. ഇതുപോലെ നല്ല കട്ടി പച്ച കളറിലിരിക്കുന്ന പയർ മെഴുക്ക് പുരട്ടി വെക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്തെന്നറിയില്ല, മറ്റേ പയറിനേക്കാളും അതിന് ഇച്ചിരി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അമ്മ വിളക്കെല്ലാം കത്തിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾ കപ്പപ്പുഴുക്കൊക്കെ ആക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായയൊക്കെ കുടിച്ചിരുന്നേ. രാത്രി വന്നപ്പോൾ ചേട്ടായി മാങ്ങയൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നത്. കടയിൽ നിന്ന് വന്നതല്ല, എന്തോ ആവശ്യത്തിന് കടയിൽ പോയപ്പോൾ മാങ്ങയൊക്കെ വാങ്ങിക്കൊണ്ടായിരുന്നു കേട്ടോ വന്നത്. മാങ്ങയ്ക്ക് നല്ല ചിലവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചടപടേന്ന് തീരും കേട്ടോ. അതുപോലെ തന്നെ വന്നപ്പോൾ കുറച്ച് ബീഫും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫ് ഞാൻ കറിയാക്കാൻ തുടങ്ങുകയാണെ. കറിയല്ല, റോസ്റ്റ് ആക്കാറാണ് പതിവ്. അപ്പോൾ ഈ ബീഫ് റോസ്റ്റ് ആക്കുന്നതിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ മുൻപേ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഉള്ളിയും എല്ലാം കൂടെ വാട്ടി അതിലേക്ക് ആ ബീഫും ഇട്ട് നല്ലപോലെ കറുത്ത ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. രാവിലെ ദോശമാവ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അതും കൂടെ ഒന്ന് ചുട്ടെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി ഒരു സൺഡേ അങ്ങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
സൺഡേ ഹോളിഡേ ആണെന്നൊക്കെ പറഞ്ഞാലും വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് ഹോളിഡേ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവാറേ ഇല്ല അല്ലേ. എന്നും ഒരേ റൊട്ടീൻ തന്നെ. പിന്നെ അതൊക്കെ ആസ്വദിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.